എൻ്റെ പേര് ഡോണ തോമസ്. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2019 ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കണം എന്നൊരാഗ്രഹത്തോടെ ഞാനിവിടെ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ പറഞ്ഞു 18 വയസ്സാവാതെ ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം. ഞാൻ എഴുതിക്കൊണ്ടൊക്കെയാണ് വന്നത്. എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര വിഷമമായി. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുപോലെ വന്നു. ആ എഴുതിക്കൊണ്ട് വന്ന പേപ്പർ അപ്പം അന്നൊക്കെ ഈ മാതാവിൻ്റെ അടുക്ക് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. ആ 6 ആഗ്രഹങ്ങൾ ഞാൻ ഇവിടെ ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. അത് ഞാൻ പോയി ആദ്യം തന്നെ ആ 6 കാര്യങ്ങളും എനിക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ നടന്ന്. ആദ്യം തന്നെ ഞാൻ വെച്ചത്, എൻ്റെ അച്ഛൻ കുടിക്കുമായിരുന്നു, 17 വർഷമായിട്ട് കുടിക്കുമായിരുന്നു. ഞാനിവിടുന്ന് അത് എഴുതി വെച്ച് പോയി. അവിടെ ചെന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും അച്ഛൻ കൂടി പൂർണ്ണമായി നിർത്തി. രണ്ടാമത് എനിക്ക് +2 റിസൾട്ട് വരുമ്പോഴത്തേക്കിനും പാസ്സാക്കണം, നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവണമെന്നായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ പാസ്സായി. മൂന്നാമത് നേഴ്സിംഗ് പഠിക്കാൻ പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പഠിക്കണമെങ്കിൽ ഒത്തിരി പൈസ വേണം. അപ്പോൾ അച്ഛനെ കൊണ്ട് മാത്രം എന്നെ പഠിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഒരു വഴി കാട്ടിത്തരണേന്ന് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള എൻ്റെ ഒരു അച്ഛനപ്പച്ചനും അമ്മായിയാണ് എന്നെ 4 വർഷവും പഠിപ്പിച്ച് ഇറക്കിയത്. അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോയി 2023 ഡിസംബർ ഞാൻ 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ വെച്ചത് OETയുടെ കാര്യമാണ്. എക്സാം 4th ഇയർ നടന്നുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ വെച്ചത് OET എഴുതി എന്നെ പാസ്സാക്കി എന്നെ എവിടെയെങ്കിലും ആദ്യം തന്നെ ജോലിക്ക് കയറ്റണമെന്ന്. അപ്പം അതെന്തായാലും നടക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി. 4th ഇയറിൽ എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ ഇവിടെ എഴുതി OET എഴുതുക, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു വഴി കാട്ടി തരണം, എനിക്ക് വേഗം തന്നെ ജോലിക്ക് വെളിയിൽ പോകണം, നാട്ടിൽ നിന്നാൽ കാര്യമില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാൻ നേരത്ത് ഞാൻ അവസാനം എഴുതിയത് മാതാവിന് ഇഷ്ടമുള്ള ഒരു കോഴ്സ് എന്നെ പഠിപ്പിക്കണമെന്നായിരുന്നു. ഞാൻ UEMOH ആണ് എഴുതിയത്. അത് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ 4th ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം. സർട്ടിഫിക്കറ്റ് കിട്ടാൻ 6 മാസം എടുക്കും. 6 മാസത്തിനുള്ളിൽ എന്തായാലും 6 മാസം എടുക്കും. അപ്പം ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോഴത്തേക്കിനും അച്ഛൻ പറഞ്ഞു സർട്ടിഫിക്കറ്റിൻ്റെ തടസ്സം മാറി എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് പോയി. എൻ്റെ മനസ്സിൽ ഓഗസ്റ്റ് 7 എന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. 7-ാം തീയതി ആയപ്പോഴത്തേക്കിനും കോളേജിൽ നിന്ന് കോള് വന്ന് സർട്ടിഫിക്കറ്റ് റെഡിയായി വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് പോയി മേടിച്ച് ഇവിടെ വന്ന് ഞാൻ പിന്നെ എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തു. അന്ന് എനിക്ക് ചൊവ്വാഴ്ച ദിവസം തന്നെ എനിക്ക് എക്സാം എഴുതാൻ ഡേറ്റ് എടുക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഒക്ടോബർ 15-ാം തീയതി ഞാൻ എക്സാം ഡേറ്റ് എടുത്ത്. അതിന് മുമ്പ് ഞാൻ ഒരാഴ്ച മുമ്പ് എക്സാം എഴുതാൻ പോവല്ലേ, അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അപ്പം ഞങ്ങൾ 2 പേരാണ് എക്സാം എഴുതുന്നത്. അപ്പം ഉടമ്പടി എടുത്തത് ഞാൻ മാത്രം. അപ്പം എൻ്റെ കാര്യം മാത്രമേ എനിക്ക് അച്ഛനോട് പറയാൻ പറ്റത്തുള്ളൂ, എൻ്റെ കൂട്ടത്തിലുള്ള ആളുടെ കാര്യം പറയാൻ പറ്റില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അങ്ങനെ എന്നെ മാത്രമായിട്ട് പാസ്സാക്കണ്ട, എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഫ്രണ്ടിനെയും പാസ്സാക്കണം, അച്ഛനോട് പറയാൻ എൻ്റെ കാര്യം മാത്രം ഞാൻ പറയുന്നില്ല, മാതാവ് 2 പേരുടെയും കാര്യം നടത്തി തരണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോയി. അന്ന് വൈകിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ട് ഇവിടെ നിന്നൊരു സിസ്റ്റർ, ആ സിസ്റ്റർ എന്നെ ആ അൾത്താരയുടെ ഫ്രണ്ടിൽ നിന്ന് എന്നെ കൈ പിടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് ഇവിടെ ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുക്ക കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ഉമ്മ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി. അപ്പോഴേ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു നല്ലതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഏത് എക്സാം എഴുതിയിട്ടുണ്ടോ 4th ഇയർ 4 വർഷവും ഞാൻ ഈ രൂപമായിട്ടേ ഞാൻ എക്സാം ഹാളിൽ ചെന്നിട്ട് എക്സാം എഴുതിയിട്ടുള്ളൂ. ഒരു ദിവസം 2nd ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. PPG നേഴ്സിംഗ് ഇറങ്ങിയവർക്കും അറിയാം. ഫാർമക്കോളജി, പതോളജി, ജനറ്റിക്സ് 3 എക്സാമും നമ്മൾ എഴുതണം 2 മണിക്കൂറിനുള്ളിൽ. അപ്പം എനിക്ക് ഫാർമക്കോളജിയും പതോളജിയും essay ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ പേടിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്തേ ഇല്ല. 5 മാർക്ക് തുടങ്ങി. 5 മാർക്കും ഞാൻ അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് മൊത്തം തെറ്റാണ്. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഫെയിലാവുമെന്ന്. ഞാൻ എൻ്റെ കയ്യിലിരുന്ന രൂപം ഞാൻ തിരിച്ചു വെച്ചു. എൻ്റെ അമ്മയപ്പം ഞാൻ എക്സാം എഴുതുമ്പോൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് എന്താ ഇങ്ങനെ എക്സാം പാടായി എന്ന് ഞാൻ ചിന്തിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് എല്ലാവരും, എൻ്റെ റൂമിലുള്ള എല്ലാവരും പേടിച്ച് എൻ്റെ റിസൾട്ട് ആദ്യം നോക്കി. കാരണം essay ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, എന്തായാലും ഫെയിലാവും. റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് ആ ഇയറിൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ തന്നെ തന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ച്. അത് കഴിഞ്ഞ് ഞാൻ UEMOH എക്സാം എഴുതാൻ പോയപ്പോഴും 3 അവറാണ് എക്സാം ഉള്ളത്.
അപ്പം ഫസ്റ്റ് അവർ ആയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരി അവൾ ഇറങ്ങിപ്പോയി, അവൾക്ക് എക്സാം എളുപ്പമായിരുന്നു. എനിക്കാണെങ്കിൽ കാൽക്കുലേഷൻ വരരുതെന്ന് ആഗ്രഹിച്ച് 9 കാൽക്കുലേഷനാണ് വന്നത്, എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് 1 മണിക്കൂർ, അവൾ പോയപ്പോഴത്തേക്കിനും എനിക്ക് പേടിയായിപ്പോയി. ഞാൻ എല്ലാ 100 ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്തതിന് ബാക്കി 2 അവർ ഉണ്ട് നമുക്ക് ബാക്കി. ഞാൻ അവിടെ വീണ്ടും ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് 100 വിശ്വാസ പ്രമാണം ഞാൻ അവിടെ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യനും ഞാൻ ചൊല്ലി. ഈ കാശ് രൂപം എല്ലാവരുടെയും എല്ലാ മാലയും ഊരിച്ചു, പക്ഷേ എൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, അവരത് മേടിച്ച് വെച്ചില്ല. ഞാൻ അവിടെ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യനും ഓരോ സർവ്വശക്തിയുള്ള വിശ്വാസ പ്രമാണം ചൊല്ലി 100 വിശ്വാസ പ്രമാണം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചൊല്ലി. ഓരോ ക്വസ്റ്റ്യനും എനിക്ക് ഡൗട്ടുള്ളതെല്ലാം ഞാൻ മാറ്റിക്കുത്തി. എനിക്ക് മാതാവ് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ന ആൻസർ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് കുത്തെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മൈൻഡിലേക്ക് തന്നെ വന്ന് ഞാൻ അത് മാറ്റിക്കുത്തി. റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ 2ഉം പാസ്സായി. പോകുന്ന കാര്യമാണേലും ഒരുമിച്ച് തന്നെ കയറ്റി ഞങ്ങളെ വിടണം എന്ന് തന്നെ പ്രാർത്ഥിച്ചു ഞാൻ. ഒരുപോലെ തന്നെ നാളെ ഞങ്ങൾ 7:30-7:30ക്കാണ് ഫ്ലൈറ്റ്. വിസയും ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ കയറിപ്പോകാനായിട്ട് സാധിച്ചു. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത്. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. കർത്താവ് മോശയോട് പറയുന്ന തിരുവചനങ്ങളാണിത്. താൻ നയിക്കുന്ന, തന്നെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ജനത്തിന് വേണ്ടിയിട്ട് മോശ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് ഈ തിരുവചനങ്ങൾ ദൈവം മോശയോട് അരുളി ചെയ്യുന്നത്. ഡോണ തോമസ് എന്ന ഈ മകള് തൻ്റെ ഉടമ്പടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളും അങ്ങനെ അന്ന് 2017 മുതൽ താൻ ഇവിടെ വരുമായിരുന്നെന്നും ഇവിടെ വന്ന് അന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കാഞ്ഞതിൻ്റെ കാര്യങ്ങളെല്ലാം നാം കേട്ടു. പിന്നീട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന തൻ്റെ ഓരോ നിയോഗങ്ങളിൽ അതെല്ലാം ഈ മകൾക്ക് സാധിച്ചു കിട്ടുകയാണ്. തൻ്റെ പപ്പയുടെ മദ്യപാനം 18 വർഷത്തോളം ഉള്ളത് അതെല്ലാം പൂർണ്ണമായി മാറി. തൻ്റെ വിദ്യാഭ്യാസം അതിന് വഴി തെളിഞ്ഞു. അതുപോലെ തനിക്ക് അങ്ങനെ കിട്ടിയ കൃപകളുമായിട്ടാണ് പിന്നീട് ഇവിടെ വന്ന് ഈ മകള് ഉടമ്പടി എടുക്കുകയും പിന്നീട് ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെയും ഈശോയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മകള് തൻ്റെ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോയത്. ഇന്ന് തനിക്ക് തൻ്റെ MOH എക്സാം പാസ്സാകുവാൻ ഇടയായതിൻ്റെയും താൻ വിദേശത്തേക്ക് പോകുന്നതിൻ്റെയും ഒക്കെ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. അങ്ങനെ ഒത്തിരിയേറെ യുവതീ-യുവാക്കൾ ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് അവരുടെ ജീവിതത്തിൽ കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പോകുമ്പോൾ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന് നമ്മോട് പറയുന്ന ഒരു വാക്ക്, ആ ഒരു വാക്കിൻ്റെ വില അതെത്രമാത്രമാണെന്ന് പിന്നീട് അവരുടെ ജീവിതത്തിൽ അവരത് മറക്കില്ല. ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതും. തൻ്റെ എക്സാമിൻ്റെ സമയത്ത് തനിക്ക് ഒരാൾ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെ താൻ എത്രമാത്രമാണ് തനിക്ക് സ്കോറൊക്കെ ലഭിച്ചത്. തെറ്റായ പല ആൻസേഴ്സും തനിക്ക് അതുകൊണ്ട് തിരുത്തി എഴുതുവാനൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ഇവിടെയെല്ലാം ദൈവാശ്രയബോധം മാത്രമാണുള്ളത്. അതായത് അത് ആരെങ്കിലുമാണെന്നല്ല, അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്, ഈശോയുടെ സാന്നിധ്യമാണെന്ന് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇനി അവർ മുമ്പോട്ടൊക്കെ ഈ ഒരു സാന്നിധ്യത്തിൻ്റെ ശക്തി അവർക്ക് കരുതലായിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിലൂടെയാണ് അവരുടെ ജീവിതം അവർ മുമ്പോട്ട് നയിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.